നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ അരക്കപ്പ് ഞവരരി എടുത്തിട്ടുണ്ട്. ഇത് ഔഷധ ഗുണമുള്ള അരിയാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ഇത് ആയുർവേദ ചികിത്സക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് കർക്കിടക മാസത്തിൽ കഞ്ഞി വെച്ച് കുടിക്കാനും മരുന്നുണ്ടാക്കാനും ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ 1/4 കപ്പ് ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഞവര അരിയും ചെറുപയറും കുതിർത്ത് വെച്ചത് 3 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം. ഞാനിപ്പോ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞവര അരിയും ചെറുപയറും കൂടെ 1/4 കപ്പാണ് ഉള്ളത്. 1/4 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ട് 2-3 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പം തുറക്കാം. ഇനി കഞ്ഞിയിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് സ്പൈസസ് വറുത്ത് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അരിമോദകം എടുത്തിട്ടുണ്ട്. ഈ അരിമോദകം അജ്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ചുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതക്കുന്ന കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്ത ശേഷം ചൂടാക്കി പൊടിച്ചെടുക്കാം. എടുത്തു വെച്ച സ്പൈസസ് എല്ലാം ഒരു പാനിലിട്ട് ചൂടാക്കിയ ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞവര അരിയും ചെറുപയറും ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ആശാളി ചേർക്കണം. ഇതാണ് ആശാളി. ഹലീം സീഡ്സ്, അലീവ് സീഡ്സ്, ഗാഡങ്കർ സീഡ്സ് എന്നൊക്കെ പറയും. നാട്ടിൽ ആശാളി എന്ന് പറയും. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ആശാളി വെള്ളം ഒഴിച്ച് കഴുകി അരിപ്പയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാം. 3-4 ചെറിയ ഉള്ളി മുറിച്ച് ചേർക്കാം. എരിവിന് വേണ്ടുന്നത്ര പച്ചമുളകോ കാന്താരി മുളകോ ചേർക്കാം. ഞാനിപ്പോ ഒരു 3 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പം ചേർക്കുന്നത് പിങ്ക് ഹിമാലയൻ സാൾട്ട് ആണ്. ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ ഇന്ദുപ്പ് ചേർക്കാം. ഇല്ലെങ്കിൽ കല്ലുപ്പോ നമ്മുടെ സാധാ പൊടിയുപ്പോ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്ത് ചേർക്കാം. കഞ്ഞിക്ക് വേണ്ടുന്ന ബാക്കി വെള്ളം ചേർക്കാം. ഇത് തിളപ്പിച്ച വെള്ളമാണ്. ഇതിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ കത്തിച്ച് അടച്ചു വെച്ച് വെയിറ്റ് ഇടാതെ വേവിച്ചെടുക്കാം. ഇപ്പോ ഉലുവയും ആശാളിയും ഉള്ളിയും എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായി. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. തേങ്ങ ചിരകിയത് ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഞവരക്കഞ്ഞി റെഡിയാണ്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി നെയ്യിൽ വറുത്ത് ചേർക്കണം. ഞവരക്കഞ്ഞി ഞാനൊരു മങ്കണത്തിൽ വിളമ്പിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ച് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചതും ഇട്ട് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോ വറുത്തിട്ടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കഞ്ഞിയിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കർക്കിടകം സ്പെഷ്യൽ ഞവരക്കഞ്ഞി റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.